ശാന്തി. ഒരിക്കൽ അക്ബറിൻ്റെ സദസ്സിൽ ഗായകന്മാർക്ക് പാടാനുള്ളതായിരിക്കുന്ന ഒരു സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻസൻ തൻ്റെ സംഗീതത്തിൻ്റെ വിരുന്ന് അന്ന് അക്ബർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ആ താൻസൻ പാടാൻ തുടങ്ങിയപ്പോൾ സംഗീതത്തിൻ്റെ മധുരിമയിൽ മുഴുകിക്കൊണ്ട് അക്ബറിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ആ സംഗീത ലഹരിയിൽ ആറാടിക്കൊണ്ട് ആ പാട്ട് നിർത്തും വരെയുള്ള സമയം കടന്നുപോയി. പാട്ട് നിർത്തിയപ്പോൾ കണ്ണു തുറന്ന സന്തോഷം കൊണ്ട് അക്ബർ പറയുകയാണ്, താൻസൻ, നിൻ്റെ ശബ്ദത്തോളം മാധുര്യമുള്ളൊരു ശബ്ദം, ഇത്രയും സുഖകരമായ സന്തോഷകരമായ സംഗീതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നീ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ സംഗീതജ്ഞനാണ്. അപ്പോൾ താൻസൻ കൈ കൂപ്പിക്കൊണ്ട് പറയും, അല്ല പ്രഭു, ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഞാൻ ഈ ലോകത്തിൽ നന്നായി പാടുന്നവനാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഗാനം എൻ്റെയല്ല, എൻ്റെ ഗുരുവായിരിക്കുന്ന ഹരിദാസ് സ്വാമിയുടെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അക്ബർ പറയും, പൂർണ്ണ ആദരവോടുകൂടി ഹരിദാസ് സ്വാമിജിയെ ദർബാറിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയും. അപ്പോൾ താൻസൻ പറയും, അതൊരിക്കലും സംഭവ്യമല്ല. അദ്ദേഹം ഒരിക്കലും വൃന്ദാവനം വിട്ട് വേറെ എവിടെയും പോവാറില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ അക്ബർ പറയുകയാണ്, അങ്ങനെ ഒരു സംഗീതജ്ഞനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാൻ വൃന്ദാവനത്തിലേക്ക് പോകാനും ഞാൻ തയ്യാറാണ് എന്ന് പറയും. അങ്ങനെ താൻസനും അക്ബറും കൂടി വൃന്ദാവനത്തിലേക്ക് പോയി. ഹരിദാസ് സ്വാമിജിയുടെ ചെറിയൊരു മൺകുടിലുണ്ടായിരുന്നു. ആ കുടിലിൽ ഇവർ സ്വാമിജിക്കൊപ്പം ചെന്നു. കാണാനായിട്ട് ആദ്യ ദിവസം അവർക്ക് താമസമൊരുക്കി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം ആവാനായി. ഹരിദാസ് ഒരു വരി പോലും പാടുന്നില്ല. പാട്ട് കേൾക്കാൻ വേണ്ടി അക്ബർ കാത്തിരിക്കുകയാണ്. അവസാനം താൻസൻ്റെ മനസ്സാകെ അസ്വസ്ഥാവാൻ തുടങ്ങി. അപ്പം താൻസൻ മൂന്നാമത്തെ ദിവസം മധ്യാഹ്നത്തിന് ശേഷമുള്ള സമയത്ത് താൻസൻ വളരെ മധുരമായിട്ട് പാടാൻ തുടങ്ങി. കുറച്ച് സമയം നന്നായി പാടിയ ശേഷം വരികളെല്ലാം തെറ്റിച്ച് പാടാൻ തുടങ്ങി. താൻസൻ തെറ്റിച്ച് പാടുന്നത് കേട്ടപ്പോൾ ഹരിദാസിന് സഹിച്ചില്ല. അപ്പോൾ സ്വാമിജി വേഗം പറഞ്ഞു, നീ ഒന്ന് നിർത്തി വെക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എവിടെയൊക്കെയാണോ തെറ്റി പാടിയത് താൻസൻ, അവിടെ നിന്ന് തൊട്ടങ്ങ് പാടാൻ തുടങ്ങുകയാണ്. അങ്ങനെ പരമാത്മാവിനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളുടെ ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ട് ഒരുപാട് സമയം കടന്നുപോയി. അത്രയും മധുരമായൊരു സംഗീതം അതുവരെയും അക്ബർ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അക്ബർ താൻസനോട് ചോദിക്കുകയാണ്, ഇത്രയും ശ്രേഷ്ഠനായിരിക്കുന്ന സ്വാമിയുടെ ശിഷ്യനല്ലേ നീ, എന്നിട്ട് നീ പാടുമ്പോൾ എന്താ അത്രയ്ക്കൊന്നും മാധുര്യം ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താൻസൻ്റെ ഉത്തരം, തീർച്ചയായിട്ടും, കാരണം ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് പാടുന്നത്. പക്ഷേ എൻ്റെ ഗുരു ഭഗവാന് വേണ്ടിയല്ലാതെ മറ്റാർക്കും വേണ്ടി പാടാറില്ല. അതുകൊണ്ട് ജീവിതത്തിൽ തൻ്റെ അവസാന ആധാരം ഭഗവാനെന്ന് നിശ്ചയിച്ചുകൊണ്ട് ഈശ്വരനിൽ തൻ്റെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് സർവ്വതനും ആധാരമായിരിക്കുന്നവൻ, സർവസ്യദാധാരമായിരിക്കുന്നവൻ ആ ജ്യോതിസ്വരൂപനായ പരബ്രഹ്മമാണ്, പരമാത്മാവാണെന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അണുവിലും അണുവായിരിക്കുന്ന, അണൂരണീയം എന്ന് ചേർത്ത അണുവിലും അണുവായിരിക്കുന്ന, സർവ്വതനും ആധാരമായിരിക്കുന്ന, മനുഷ്യൻ്റെ ചിന്തകൾക്ക് പോലും അപ്പുറത്തുള്ള സൂക്ഷ്മ സ്വരൂപമായ ആ ജ്യോതിസ്വരൂപനായ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഏതൊരു കർമ്മം മനുഷ്യൻ ചെയ്യുമ്പോഴും ആ അനുഭവിക്കുന്ന ആനന്ദത്തോളം മറ്റൊരു കർമ്മത്തിനും ആനന്ദിക്കാനാവില്ല. അതുകൊണ്ട് മനസ്സ് സദാ ഭഗവാനിൽ സമർപ്പിച്ച് ഹൃദയത്തിൽ ഈശ്വരനെ കുടിയിരുത്തിക്കൊണ്ട് ആനന്ദത്തിൻ്റെ ലഹരിയിൽ ജീവിച്ച സദാ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.